വെളിപ്പാട് പുസ്തകത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനും തീപ്പൊയ്കയിൽ തള്ളിയിടും. ഇതാണ് രണ്ടാമത്തെ മരണം. ആ തീപ്പൊയ്കയിൽ തള്ളിയിടാതിരിക്കണമെങ്കിൽ, അല്ലെങ്കിൽ അത് വീഴാതിരിക്കണമെങ്കിൽ, നോക്കൂ, ആ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെടണം. പണമുണ്ടെങ്കിൽ, അധികാരമുണ്ടെങ്കിൽ, പാരമ്പര്യമുണ്ടെങ്കിൽ, വിദ്യാഭ്യാസമുണ്ടെങ്കിൽ നമുക്ക് പലയിടത്തും പേരുകൾ കൊണ്ടുവരാം. ഗിന്നസ് ബുക്കിൽ കഴിവുണ്ടെങ്കിൽ പേരുകൾ കൊണ്ടുവരാം. ആധാർ കാർഡിലും ജനന സർട്ടിഫിക്കറ്റിലും, അത് നമുക്കറിയാം, ID കാർഡിലും, നമുക്ക് ആധാരത്തിലുമൊക്കെ പേരുകൾ കൊണ്ടുവരാം. കഴിവുണ്ടെങ്കിൽ മീഡിയകളിലൊക്കെ പേരുകൾ ഉണ്ടായിരിക്കാം. പക്ഷെ ഈ പേരുകളൊക്കെ മരണം കൊണ്ട് അവസാനിക്കും. ഇതൊക്കെ മനുഷ്യന് എഴുതാൻ കഴിയും. പക്ഷെ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതുന്നത് മനുഷ്യർക്കാർക്കും എഴുതാൻ കഴിയത്തില്ല. ആരുടെ പേര് എഴുതുന്നത്? കൈക്കൂലി കൊടുത്താൽ എഴുതത്തില്ല. അങ്ങനെയെങ്കിൽ വിദ്യാഭ്യാസമുള്ളത് കൊണ്ടോ പാരമ്പര്യമുള്ളത് കൊണ്ടോ അല്ല. ആരുടെ പേര് എഴുതുന്നത്? മാനസാന്തരപ്പെടുന്ന ഒരു പാപിയുടെ പേരാണ് ജീവന്റെ പുസ്തകത്തിൽ എഴുതുന്നത്. നോക്കൂ, ആ പുസ്തകത്തിൽ പേരെഴുതുന്നത് ഒരു മതത്തിന്റെ വ്യക്തിയല്ല, ഒരു രാഷ്ട്രീയത്തിന്റെ വ്യക്തിയല്ല. ലോകത്തിലെ ഒരു ആചാരാനുഷ്ഠാന്മാർക്കും അത് എഴുതാൻ കഴിയത്തില്ല. കാരണം എന്താ? ആ പുസ്തകത്തിൽ അത് ജാതി നോക്കിയല്ല, മതം നോക്കിയല്ല പേരെഴുതുന്നത്. അവിടെ ജാതിയോ മതമോ ഒരു വിഷയവുമല്ല. ഇനി നിങ്ങൾ ശാന്തമായിട്ടൊന്ന് ചിന്തിച്ച്, ഇന്ത്യൻ പീനൽ കോഡ് അനുസരിച്ച് സുപ്രീം കോടതി മുതൽ മജിസ്ട്രേറ്റ് കോടതി വരെയുള്ള കോടതികൾ നമ്മുടെ നാട്ടിലുണ്ട്. ഏകദേശം നമ്മുടെ കേരളത്തിൽ 53ഓളം ജയിലുകളുണ്ട്. ഈ ജയിലുകളിലൊക്കെ ഇന്ന് കുറ്റവാളികൾ നിറഞ്ഞു കിടക്കുകയാണ്. ആരാ കിടക്കുന്നത്? ആ ജയിലിൽ ചെന്ന് നോക്കിയാൽ മമ്മദ എന്ന് പേരുള്ളവരുണ്ട്, മാത്യു എന്ന പേരുള്ളവരുണ്ട്, മോഹനൻ എന്ന് പേരുള്ളവരുണ്ട്. അപ്പോൾ എല്ലാ പേരുള്ളവരും കുറ്റകൃത്യം ചെയ്യുന്നവർ ശിക്ഷിക്കപ്പെടുന്ന സ്ഥലമാണ് ജയിൽ എന്ന് പറയുന്നത്. അവിടെ ജാതിയും മതവും ഒന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെടുന്നതും കൃത്യമായ നരകത്തിൽ ചെന്ന് വീഴുന്നത് ആരാ? ഇന്ത്യൻ പീനൽ കോഡ് തെറ്റിക്കുന്നവരെ ഇന്ത്യൻ കോടതി ശിക്ഷിച്ച് ഇന്ത്യൻ ജയിലാക്കുമെങ്കിൽ സ്വർഗത്തിലെ ദൈവം ഈ ദുനിയാവിൽ, ഈ ഭൂമിയിൽ മനുഷ്യർക്ക് നൽകിയിരിക്കുന്ന നിയമവ്യവസ്ഥകളുണ്ട്. ആ നിയമത്തെ തെറ്റിച്ച് ജീവിക്കുന്ന ഒരു പാപിയായ മനുഷ്യനാണ് കൃത്യമായ നരകത്തിൽ ചെന്ന് വീഴുന്നത്. അതുകൊണ്ട് നരകത്തിൽ നിന്നും രക്ഷ പ്രാപിക്കുവാനുള്ള വഴിയാണ് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. കൈക്കൂലി കൊടുത്തത് കൊണ്ടോ, പാരമ്പര്യമുള്ളത് കൊണ്ടോ, വിദ്യാഭ്യാസമുള്ളത് കൊണ്ടോ, അല്ലെങ്കിൽ ഡിഗ്രികൾ ഉള്ളത് കൊണ്ടോ ആർക്കും ആ പേരെഴുതാൻ കഴിയത്തില്ല. അങ്ങനെയെങ്കിൽ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. ലോകത്തിലുള്ള സകല പേരുകളും മരണം കൊണ്ട് അവസാനിക്കും. എന്നാൽ മരിച്ചു കഴിഞ്ഞാൽ എല്ലാ പേരുകളും കഴിയും. പക്ഷേ മരണത്തിനപ്പുറത്ത് നിലനിൽക്കുന്ന ഒരു പേരാണ് ജീവന്റെ പുസ്തകത്തിലെ പേരെന്ന് പറയുന്നത്. ആധാർ കാർഡിലെയും ഇലക്ഷൻ ID-യുടെയും അതുപോലെ ആധാരത്തിലെ പേരുകളും എവിടെയുള്ള പേരുകളാണെങ്കിൽ അതൊക്കെ വെട്ടിക്കളയും. റേഷൻ കാർഡിലെ പേര് വെട്ടിക്കഴിയും മരിച്ചു കഴിയുമ്പോൾ. പക്ഷേ ജീവന്റെ പുസ്തകത്തിൽ പേരുണ്ടെങ്കിൽ അത് വെട്ടത്തില്ല പ്രിയരെ. അങ്ങനെയെങ്കിൽ ആ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതണമെങ്കിൽ വേറെ ഒരു വഴിയുമില്ല. അതുകൊണ്ട് അപ്പോസ്തലനായ പത്രോസ് വിളിച്ചു പറഞ്ഞത്, മറ്റൊരുത്തരിൽ രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട നാമം കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമം. ആ യേശുക്രിസ്തുവിന്റെ കാൽവരി യാഗം മനവരാശിയുടെ പാപത്തിൽ നിന്നും മനുഷ്യനെ രക്ഷിക്കേണ്ടതിന് വേണ്ടിയായിരുന്നു. അങ്ങനെയെങ്കിൽ എന്റെ വാക്കുകളെ ഞാൻ ഉപസംഹരിക്കുന്നതിന് മുമ്പ് ഒരു ചോദ്യം ഞാൻ ചോദിക്കട്ടെ. ഇന്ന് ലോകം അവസാനിച്ചാൽ, അല്ല മരണം വഴിയായി നമ്മൾ മാറ്റപ്പെട്ടാൽ, അല്ല യേശുക്രിസ്തു മടങ്ങി വന്നാൽ നമ്മുടെ നിത്യത എവിടെയായിരിക്കും? നിത്യമായ നരകത്തിലോ നിത്യമായ സ്വർഗത്തിലോ? ആ സ്വർഗത്തിലേക്ക് എത്തണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. ജീവന്റെ പുസ്തകത്തിൽ പേരുണ്ടോ? ഒരു നിമിഷം വിചിന്തനം ചെയ്യാമോ? ഇല്ലെങ്കിൽ നമ്മള് എന്താണ് ചെയ്യേണ്ടത്? അവിടെ ഇരിക്കുന്ന ഇരിപ്പിൽ, നിൽക്കുന്ന നിൽപ്പിൽ, ഒരുപക്ഷെ നിങ്ങൾ വാഹനത്തിലായിരിക്കാം, ഒരുപക്ഷെ നിങ്ങൾ കച്ചവട സ്ഥലത്തായിരിക്കാം, ഒരുപക്ഷെ നിങ്ങൾ ബസ് സ്റ്റോപ്പിലായിരിക്കാം, ഒരുപക്ഷെ നിങ്ങൾ ജോലി സ്ഥലങ്ങളിൽ എവിടെയെങ്കിലും ആയിരിക്കാം, വീടുകളിലായിരിക്കാം. അവിടെ ഇരുന്നുകൊണ്ട് ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ ഒരു വാക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാമോ? കർത്താവേ, എന്റെ പാപം ഞാൻ അറിയുന്നു, എനിക്ക് വേണ്ടിയാണ് അങ്ങ് ഈ ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചതെന്ന് ഞാൻ അറിയുന്നു. വേദപുസ്തകം ഇങ്ങനെ പഠിപ്പിക്കുന്നു, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്റെ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. യേശുക്രിസ്തുവിനെ കൈക്കൊണ്ട നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരുവാൻ അധികാരം കൊടുത്തു. പിതാവായ ദൈവം യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും നീതിക്കായി അതരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ താൻ രക്ഷിക്കപ്പെടുവാനിടയായി തീരും. അതുകൊണ്ട് മതം മാറിയതുകൊണ്ട്, പേര് മാറിയതുകൊണ്ട്, നാട് മാറിയതുകൊണ്ട്, വസ്ത്രവേഷവിധാനങ്ങൾക്ക് മാറ്റം വരുത്തിയതുകൊണ്ടോ അല്ല മനുഷ്യന്റെ പ്രശ്നത്തിന് പരിഹാരം. അതുകൊണ്ടായിരിക്കും ഇരിപ്പിൽ ഒരു വാക്ക് ദൈവത്തോട് പാപത്തെ ഏറ്റുപറയാമോ? ഒരു നല്ല സ്വഭാവത്തിനുടനെയായിട്ട് ജീവിക്കാൻ തീരുമാനമെടുക്കാമോ? കർത്താവ് ഒരിക്കൽ രക്ഷയിൽ വിശ്വസിച്ച് ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുവാൻ നിങ്ങൾക്ക് കഴിയുമോ? അങ്ങനെയെങ്കിൽ ആ ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ കടന്നു വരും.
നിങ്ങൾ അസമാധാനത്തിലാണോ, രോഗത്തിലാണോ, സാമ്പത്തിക തകർച്ചയിലാണോ, ആത്മഹത്യ ചിന്തയിലാണോ? ആത്മഹത്യ പ്രശ്നത്തിന് പരിഹാരമല്ല. നമ്മുടെ സകല പ്രശ്നങ്ങളും കാൽവരി ക്രൂശിൽ കർത്താവ് ഏറ്റെടുക്കുവാനിടയായി തീർന്നു. അതുകൊണ്ടായിരിക്കും ഇരിപ്പിൽ നിൽക്കുന്ന നിൽപ്പിൽ ഒരു വാക്ക് ദൈവത്തിൽ വിശ്വസിച്ച് പ്രാർത്ഥിച്ചാൽ നിശ്ചയമായിട്ടും കർത്താവ് നമ്മുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും നൽകി ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകും.